അപ്പോൾ നമ്മൾ 1000 കിലോമീറ്റർ കഴിഞ്ഞ് 1100 1200 അടുത്ത് ആവാറായി. അപ്പോഴാണ് നമ്മുടെ സൈക്കിളും സർവീസിനേറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നറിയോ? 4 ബ്രേക്കട്ട മാറി, പിന്നെ പെഡലൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു, പിന്നെ എന്നിട്ടാ ഒരു എക്സ്ട്രാ ട്യൂബ് ഒരെണ്ണം മേടിച്ചു. ഇതെല്ലാം കൂടി ആകെ വന്നേക്കാൻ ചിലവ് 190 രൂപയാണ് 1100 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എൻ്റെ അടുത്ത് എന്തിനാണ് ഈ സൈക്കിൾ പോകണമല്ലോ വലിയ ഭാരമില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ള റീസൺസ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അത് പറയാൻ വെച്ചൊരു 3-6 മിനിറ്റ് പറയാനുണ്ട്. ഓക്കെ, നമുക്ക് യാത്ര മുന്നോട്ട് പോകണം. ഇന്ന് സത്താരെത്തും എന്ന പ്രതീക്ഷയിൽ പോയോണ്ടിരിക്കാണ്. എത്തട്ടങ്ങട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ അലക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മിനിഞ്ഞാന്ന് രാവിലെ കുളിച്ചാൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം കുളിച്ചില്ല, ഇന്നലെ ഫുള്ള് കുളിച്ചിട്ടില്ല. ഇന്ന് കുളിക്കാൻ അതിന് അവസരം കിട്ടിയേ പറ്റൂ. അപ്പോൾ അതും പിന്നെ ഡ്രസ്സ് അലക്കണം. അപ്പോൾ അടുത്ത സ്ഥലം നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അല്ല വിലയ്ക്ക് ഒരു ചാക്ക് കിട്ടി. അപ്പോൾ ചാക്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കളി കിടക്കട്ടെ, മുന്നോട്ട് പോവാം. മിന്നട്ടങ്ങട്. ഏകദേശം 10 മണിക്കായിട്ടാ. രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ കിട്ടി. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഷ ഹിന്ദി തന്നെയാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഹിന്ദി പിന്നെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ അവരുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഇവിടെ നോക്കിയപ്പോഴേ ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ കണ്ടു. അത് പറഞ്ഞു ഇത് എടുത്താൽ എന്ന് പറഞ്ഞു. എന്തായാലും ചപ്പാത്തി പോലെ ഇരിക്കുന്നുണ്ട്, കഴിച്ചോക്കെ എന്താ സംഭവമൊന്നുമില്ല, പേരൊന്നും അറിയില്ല. അതാണ് അവസ്ഥ. ചായ പറഞ്ഞിട്ടുണ്ട്, ഫുൾ ചായ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയ ചായ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ആ പടത്തിൽ കാണുന്ന സാധനം പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ എന്താ നമുക്ക് നോക്കട്ടെ. എന്തൊക്കെയോ പേര് പറഞ്ഞു. നമ്മൾ പിന്നെ ഈ ഭാഷ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എല്ലാം പറഞ്ഞാൽ മതി. നമുക്ക് എന്താ വരണം നോക്കട്ടെ. ഇതാണ് ഇപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ഒന്ന് സാധനം കേട്ടോ. എന്താ പറയുമോ, നമ്മളെ പയർ കറി, പിന്നെ ഒരു ചമ്മന്തി, തൈര്, അങ്ങനെ ഗോതമ്പും സവോളയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കിയുള്ള സാധനം കേട്ടോ, കൈ കൊണ്ട് പരത്തിയിട്ട്. പിന്നെ ഒരു മസാല ചായ. ഇതിനെ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി സ്ഥലം, മലയ്ക്ക് കണ്ട. ഞാനത് ഇവിടെയാണ് സൈക്കിൾ വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേട്ടാ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. കഴിഞ്ഞ് വീടിയും കഴിഞ്ഞു. പവർ ബാങ്ക് ചാർജും കുത്തിനെ എടുക്കണം. ഇതെല്ലാം ഇവിടെ പോവാ. കറുത്തേ ഉണ്ടേ. ഇനിയിപ്പോൾ കുളിക്കാൻ ദാവയുടെ ടാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുളിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ചത്തു 3-ാമത്തെ ദിവസമാവും കുളിക്കില്ലെങ്കിൽ. ഞാൻ കുളിച്ചിട്ട് കഴിഞ്ഞാൽ പറയാട്ടാ. ശരിയല്ലേ? അപ്പോൾ കുളിയും കഴിഞ്ഞിട്ടാ നല്ല തണുത്ത വെള്ളം കുളിച്ചല്ല ഡ്രസ്സൊക്കെ അലക്കിയിട്ട് സെറ്റായി. ഇനിയിപ്പോൾ പക്ഷെ കറുപ്പ് മാത്രം പോകണില്ല, ഗ്യാരണ്ടി കളർ ആവോ തിരിച്ചു വരുമ്പോഴേക്കും. മൂക്കൊക്കെ ഉണ്ടല്ലേ, മൂക്കിൻ്റെ ഇവിടെ മാത്രം ഇങ്ങനെ സ്പെഷ്യലായിട്ട് കറുപ്പ് കണ്ണടക്കി പറഞ്ഞാട്ടാ. എന്തായാലും ഫുള്ള് കരിഞ്ഞുണങ്ങി. എന്നാലും തണുത്ത വെള്ളത്തിൽ 2 കുളി കഴിഞ്ഞു. ഇനി ഇവിടെ കുളിക്കണം. ഇനിയിപ്പോൾ എന്നാ കുളിക്കാൻ സമയം കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡ്രസ്സൊക്കെ അലക്കിയിട്ട് സെറ്റായിട്ടിരിക്കുക. വെള്ളം നല്ല ഉറക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കാണാം.